ശുദ്ധമാവുകയും അങ്ങനെ എല്ലാവർക്കും സന്തോഷിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ വരും. ആദ്യം മനസ്സാണ് മലിനമുക്തമാക്കേണ്ടത്. ആ മനസ്സിന്റെ മാലിന്യമാണ് ഇപ്പോൾ നാം സഹിച്ചുകൊണ്ടിരിക്കുന്ന നാറ്റം. അതുകൊണ്ട് മനസ്സിനെ മുക്തമാക്കാൻ വേണ്ടി ഇതിനോട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകളൊന്നും തന്നെ ഈ സമര സഖാക്കളുടെ ശത്രുക്കളല്ല, അവർ മിത്രമാണ്. അവരെ ചിലപ്പോൾ അടിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ വീണ കൊതുകിനെ അടിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ അടികൊള്ളൂ, ഇത്രയേ ഉള്ളൂ. അവരുടെ മനസ്സിലുള്ള മാലിന്യങ്ങളെ നീക്കാൻ വേണ്ടിയാണ് അവരോട് എതിർക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവരോട് യാതൊരു ശത്രുതയും ഇല്ല. മലിനപ്പെട്ട മനസ്സോടുകൂടെ മുനിസിപ്പാലിറ്റി ഭരിക്കരുത് എന്നാണ് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് മാലിന്യത്തെ ആദ്യം മനസ്സിൽ നിന്ന് നീക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ശക്തി ഉപയോഗിച്ച് അത് നീക്കും. അത് നീക്കുന്ന അവസരത്തിൽ ചിലപ്പോൾ ചില വേദനകളും യാതനകളും ഒക്കെ ഉണ്ടായെന്ന് വരും. ഒരു കൊതുകിനെ അടിക്കുന്ന അവസരത്തിൽ തീർച്ചയായും ആ കൊതുക് ആരുടെ ശരീരത്തിലാണോ ഉള്ളത് അയാളുടെ പുറത്ത് അടികൊള്ളാതെ നിവൃത്തിയില്ല. അതുപോലെ ഈ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അടവുകളിലേക്ക് നീങ്ങേണ്ടി വരും. അതിൻ്റെ മുമ്പ് തന്നെ നിങ്ങളുടെ സ്വന്തം മനസ്സിനെ മലിനമുക്തമാക്കിക്കൊണ്ട് അതേ തുടർന്ന് വെട്ടിപ്പാലത്തുള്ള മാലിന്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നല്ല അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ ഈ ചെറു സംസാരം അവസാനിപ്പിക്കും.